യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനമാണ് എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ മുഴങ്ങുന്നത്. ആ ദൈവത്തിൻ്റെ സ്വരം, ദൈവവചനത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പം എൻ്റെ ജീവിതം ഒരനുഗ്രഹമാകാതിരിക്കില്ല. ആ ദൈവ വെളിച്ചം എൻ്റെ ഭവനത്തിലും ജീവിതത്തിലും ഒരനുഗ്രഹമാകാതിരിക്കില്ല. സത്യമാണ്. ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. ഇന്ന് ശനിയാഴ്ചയാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുന്നത്. നിങ്ങളും ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ മകനെ, എൻ്റെ മകളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്, വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമെന്ന്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തെ ഓർത്ത് നിങ്ങൾക്ക് കരയേണ്ടി വരില്ല. അവരുടെ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല. അവരുടെ ജോലിയെ ഓർത്തോ വിവാഹത്തെ ഓർത്തോ ഒന്നും നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് വിലപിക്കേണ്ടി വരില്ല. കാരണം ദൈവം ഏറ്റെടുത്ത് അവരുടെ ജീവനെ, ജീവിതത്തെ, ഭാവിയെ അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പ്രതീക്ഷയോടെ വചനം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാസം 28-ാം തീയതി മുതൽ ഇവിടെ എഴുതി പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 10 ദിവസം 28-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഉപവാസമെടുത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. 28-ാം തീയതി ബുധനാഴ്ച മുതൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക, വില കൊടുത്ത് പ്രാർത്ഥിക്കുക. അതും ഒരു അനുഗ്രഹമായിട്ട് മാറും. ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഏതായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹമാണ് ഒരാൾക്ക് വേണ്ടത്. ആ അനുഗ്രഹത്തിൽ നിന്നാണ് വേറൊരാൾ അനുഗ്രഹം ആകത്തുള്ളൂ. ഞാൻ ആ വാക്യം വായിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്നതായി കാണാൻ പറ്റും. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട്. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവവും നിങ്ങളെ അനുഗ്രഹിക്കുവാണ്. വായിക്കാം. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിൻ്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിൻ്റെ സന്തതിയിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആര് പറഞ്ഞു? ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ യാക്കോബിന് ഒരനുഗ്രഹം കിട്ടി. ഈ അനുഗ്രഹം കിട്ടിയ യാക്കോബ് 30-ാം അധ്യായം 27 മുതലുള്ള വാക്യം ഒന്ന് നോക്കുവാണ്. ലാബാൻ്റെ വീട്ടിലാണ് യാക്കോബ് ഇപ്പോൾ ഉള്ളത്. അനുഗ്രഹം കിട്ടിയ യാക്കോബ് ഇപ്പോൾ ലാബാൻ്റെ വീട്ടിലാണ് ഉള്ളത്. അനുഗ്രഹമുള്ള യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ വന്നപ്പം ലാബാൻ്റെ ജീവിതവും കുടുംബവും സാമ്പത്തികവും എല്ലാം അത്ഭുതകരമായി വർദ്ധിച്ചു. അനുഗ്രഹമുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മുടെ ഭവനത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ നിങ്ങളുടെ വീട് അനുഗ്രഹമാകാൻ തുടങ്ങും. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടുമ്പോൾ നിങ്ങളിലൂടെ ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അനുഗ്രഹം വേറൊരു വലിയ അനുഗ്രഹത്തിന് ജന്മം കൊടുക്കും. വായിക്കാം. ലാബാൻ 27-ാമത്തെ വാക്യമാണ്. ലാബാൻ യാക്കോബിനോട് പറയുക. ഇത് പറയുമ്പോൾ എന്നെ ഒന്ന് കേട്ടെ. യാക്കോബ് ലാബാനോട് പറഞ്ഞു, ഞാൻ പോവാണ്,
എനിക്കിവിടുത്തെ ജോലി നിർത്തി പോകണം, എനിക്ക് തരാനുള്ളതൊക്കെ തന്നേരെ എന്ന് പറഞ്ഞപ്പോൾ ലാബാൻ പറയുവാണ്, എന്നാൽ നീ പൊക്കോ, ഞാൻ വേറൊരാളെ വെച്ചോളാം എന്നല്ല. ലാബാൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ മുതലാളി, ആ വലിയ ആൾ ലാബാൻ പറയുവാണ് യാക്കോബിനോട്, എൻ്റെ മകനെ യാക്കോബെ, നീ പോവല്ല്, നീ വന്നേ പിന്നെയാ എനിക്ക് ഈ അനുഗ്രഹമെല്ലാം ഉണ്ടായേ. കേട്ടെ 27-ാമത്തെ വാക്യം. ലാബാൻ മറുപടി പറഞ്ഞു, നിനക്കെന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത്, നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചതെന്ന് എനിക്കറിയാം. യാക്കോബിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ ആ വാക്ക്. യാക്കോബൻ, നീ പോവില്ല, എന്നോട് ശകലവേലും താല്പര്യമുണ്ട്, നീ പോവില്ല, നീ കാരണമാ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ആ വചനം കേൾക്കുന്ന ഒരു അമ്മയോട്, ഒരപ്പനോട്, യുവാവിനോട്, യുവതിയോട്, കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്. നിനക്ക് ലഭിച്ച അനുഗ്രഹം വേറൊരാൾക്കൊരു അനുഗ്രഹമാകാൻ കാരണമാവും. ഒരു തണൽ മരം പോലെ, അതിന് തണൽ മരത്തിന് തണൽ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ, ഫലവും തണലും അത് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ, അനുഗ്രഹം കിട്ടിയൊരു മനുഷ്യനും ഫലവും തണലുമായി മാറും. ഭയങ്കര അനുഗ്രഹമാണ്. ലാബാന് വേണേ പറയത്തില്ലേ, യാക്കോബ് പോവാണേ പോ, നീ നിൻ്റെ പണി നോക്കിപ്പോക്കോ, എനിക്ക് നീ ഇല്ലേലും എനിക്ക് മുന്നോട്ട് പോകാൻ അറിയാം. അങ്ങനെ അല്ല ലാബാൻ പറയുന്നേ, യാക്കോബെ നീ പോവല്ല്. അനുഗ്രഹമുള്ള ഒരു വ്യക്തിയെ കൂടെ നിർത്തുന്നത് കണ്ട, അനുഗ്രഹമുള്ളൊരു പ്രാർത്ഥനയെ, അനുഗ്രഹമുള്ളൊരു ശുശ്രൂഷയെ, അനുഗ്രഹമുള്ള വ്യക്തികളെ പിണക്കിക്കളയല്, കൂടെ നിർത്തിക്കോണം. അനുഗ്രഹമുള്ളവരിലൂടെയാണ് നിങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അനുഗ്രഹമുള്ളൊരു ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുമ്പോഴാണ് എൻ്റെ വീടും അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മൾ പറയില്ലേ, പുള്ളി പോവാണെ പോട്ടങ്ങോട്ട്, അങ്ങനെ പെട്ടെന്ന് പിണക്കി വിടാൻ പാടില്ല. ഇതൊരു പാഠമാണ്. അടുത്തത് 28-ാമത്തെ വാക്യം. നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക, അത് ഞാൻ നിനക്ക് തരാം. എന്തു വേണേ നീ ചോദിച്ചോ, അത് ഞാൻ നിനക്ക് പ്രതിഫലമായി കൂലിയായിട്ട് തന്നോളാം. ദയവ് ചെയ്ത് നീ പോവല്ല്. 29-ാമത്തെ വാക്യം നോക്കിയേ. യാക്കോബ് അവനോട് പറഞ്ഞു, ഞാൻ ഇപ്രകാരം അങ്ങയ്ക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എൻ്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങയ്ക്ക് അറിയാമല്ലോ. 30-ാമത്തെ വാക്യം. ഞാൻ വരുന്നതിന് മുമ്പ് വളരെ കുറച്ചാടുകളെ അങ്ങയ്ക്കുണ്ടായിരുന്നുള്ളൂ, കുറച്ചാടുകളെ അങ്ങയ്ക്കുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ വളരെ പെരുകിയിരിക്കുന്നു. ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങയെ കടാക്ഷിച്ചിരിക്കുന്നു. അനുഗ്രഹമുള്ളവൻ്റെ സാന്നിധ്യം ലാബാൻ്റെ ജീവനെ, ജീവിതത്തെ, സാമ്പത്തികത്തെ ഭയങ്കര ബ്ലസ്സഡാക്കി മാറ്റി, അനുഗ്രഹമാക്കി മാറ്റി. ലാബാൻ തിരിച്ചറിഞ്ഞു. ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ, നീ എന്തു വേണേലും ചോദിച്ചോ, പ്രതിഫലമായിട്ട് ഞാനത് നിനക്ക് തരാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തിയുടെ മഹത്വം. നമ്മൾ ചിന്തിക്കില്ലേ, വചനം കേട്ടിട്ട് എന്നാ കിട്ടാനാ, എന്ത് ശരിയാകാനാ, ഒന്നും ശരിയായില്ലെന്ന് തോന്നിയാലും നിൻ്റെ ലൈഫിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ട്, വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹമുണ്ടെന്ന്. അത് നിന്നെ മാത്രമല്ല, നിന്നിലൂടെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ ഇനി പറയുന്നൊരു വാക്കാണ്, അനുഗ്രഹമാകാനുള്ള ഒരു അനുഗ്രഹം നിന്നിലുണ്ടെന്ന്. വേറൊരാൾക്ക്, നിൻ്റെ വീടിന്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് അനുഗ്രഹമാകാനുള്ളൊരു അനുഗ്രഹമാണ് ഈ കിട്ടുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, പ്രിയപ്പെട്ട സഹോദര, സഹോദരി, യുവാവേ, യുവതി, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അത് നിങ്ങൾക്കൊരനുഗ്രഹമാകും, നിങ്ങൾ വേറൊരാൾക്കും അനുഗ്രഹമായി മാറാനുള്ളൊരു അനുഗ്രഹമായിട്ടത് മാറും. പഠിക്കാനുള്ള വിഷയങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ, പിള്ളേരൊക്കെ അതൊക്കെ ഓർത്തേ, എന്നിട്ട് നന്നായിട്ടൊന്ന് പഠിക്കാനൊരു തീരുമാനമെടുത്തേ. ഫോണിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒത്തിരി ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി പോവല്ല്, നിയന്ത്രിക്കണം. അത് വിജയത്തിന് കാരണമാവും, അനുഗ്രഹത്തിന് കാരണമാവും, ദൈവീക ഇടപെടലിന് കാരണമാവും. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ കൊച്ചിന് വേണ്ടി മാത്രമല്ല, ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കുന്ന വചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, കുടുംബങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, കുടുംബങ്ങളെയും, കുഞ്ഞുങ്ങളെയും, അവർ എഴുതാൻ പോകുന്ന പരീക്ഷ, പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ, അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം, ഇൻ്റർവ്യൂ, സകലത്തിൻ്റെ മേലും ഞങ്ങളൊരു അനുഗ്രഹത്തെ കൊടുക്കുന്നു.
ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കുന്നു. മിടുക്കരാകണം, മിടുക്കികളായി മാറണം, അനുഗ്രഹമായി മാറണം. യാക്കോബിനോട് ലാബാൻ പറഞ്ഞില്ലേ, നീ കാരണമാ എന്നെ അനുഗ്രഹിച്ചെന്ന്. ഇതുപോലെ നമ്മുടെ ചെവിയിലും നമ്മളോ വേറൊരാൾ പറയുന്നത് കേൾക്കാൻ ഇടവരട്ടെ. സഹോദര, സഹോദരി, പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അപ്പച്ച, നിങ്ങൾ കാരണമാ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടയായത്. മക്കൾ പറയുന്നത് മാതാപിതാക്കൾ കേൾക്കാൻ ഇടവരട്ടെ, മാതാപിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കാൻ ഇടവരട്ടെ. എൻ്റെ മൂത്ത മകൻ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ കാരണമാണ് ഞങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ടെ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? നിങ്ങളൊരു അനുഗ്രഹമാകണം. അനുഗ്രഹമുള്ള മനുഷ്യൻ ഫലവും തണലും തരുന്നൊരു വലിയ മരം പോലെയാണ്. അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നവർക്ക് ഫലം മാത്രമല്ല, ആശ്വാസത്തിൻ്റെ തണലും ആ വ്യക്തി കൊടുക്കും. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, വചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. 28-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ഉപവാസ പ്രാർത്ഥന എന്തിനെന്നറിയാമോ? ഒരു തലമുറയെ വിശ്വാസത്തിൽ, ആത്മീയതയിൽ, ദൈവാനുഗ്രഹത്തിൽ വളർത്താൻ ഞങ്ങൾ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സാധ്യമായ എല്ലാവരെയും അറിയിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പറ്റുന്നവർ പങ്കെടുക്കുക. കർത്താവ് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, നഷ്ടങ്ങൾ, ചതി, വഞ്ചന, നിരാശ എന്നിവയെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ. വിശ്വാസത്തിൽ വർധനവ് തരണമേ. പ്രാർത്ഥനയിൽ ആഴപ്പെടുത്തണമേ. വചനം വായിക്കാനുള്ള ശക്തിയും കൃപയും ബന്ധവും വർദ്ധിപ്പിക്കണമേ. ഒരനുഗ്രഹമാക്കണമേ. വിജയം കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, നിങ്ങൾ നല്ല ഒരു വിജയം നേടി ഇവിടെ ഒരു സാക്ഷ്യമായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് ഈ ആലയത്തിലൊക്കെ വരാൻ പറ്റും. ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും വരില്ല, ഒരു അനർത്ഥവും വരത്തില്ല. വലിയ വിജയം ദൈവം തരും. ദൈവത്തിൽ വിശ്വസിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹം ഉണ്ടാകട്ടെ. നാളെ 5:30 ഒരുമിച്ച് കാണാം. നാളെ ഞായറാഴ്ചയാണ്. നാളെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നാളത്തെ പ്രാർത്ഥന മുടങ്ങാതിരിക്കട്ടെ. എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥന കേൾക്കാനിടയാകട്ടെ. നാളെ 5:30 കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.